തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി വിധി ദിനത്തിനായുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം. ഈ തെരഞ്ഞെടുപ്പിനിടെ തൃശൂർ ജില്ലയിൽ വിവാദ വിഷയമായി കൊടുമ്പിരി കൊണ്ടത് കിറ്റ് വിവാദമാണ്. അതും പലതവണ. വോട്ടിനായി BJP ഭക്ഷ്യക്കിറ്റ് വിതരണം വ്യാപകമായി നടത്തിയെന്നായിരുന്നു LDFന്റെയും UDFന്റെയും ആരോപണം. മണലൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട വാടാനപ്പള്ളിയിൽ കിറ്റ് വിതരണം സംഘർഷത്തിലേക്ക് വരെ എത്തി. ഏറ്റവും ഒടുവിൽ BJPക്കാർ വീട്ടിൽ കിറ്റ് കൊണ്ടുവന്ന് തന്നു എന്ന് വയോധിക സമ്മതിക്കുന്ന വീഡിയോ കൂടി പുറത്തു വന്നതോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തു. കിറ്റ് കൊടുത്ത് വോട്ട് നേടാമെന്നൊക്കെ ആരെങ്കിലും മോഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ നാട്ടിൽ വിലപ്പോകും. വിവാദം BJPയെ പ്രതിരോധത്തിലാക്കിയോ? കാണാം ശ്രീജിത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. തൃശൂർ മണ്ഡലത്തിലെ ഒളരിയിലെ സൂപ്പർ മാർക്കറ്റ്. ഇവിടെ ആളുകൾക്ക് വിതരണം ചെയ്യാൻ BJP പ്രവർത്തകർ കിറ്റുകൾ തയ്യാറാക്കുന്നു എന്ന വിവരം അറിഞ്ഞ ഉടനെ VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ LDF നേതാക്കൾ പ്രതിഷേധവുമായി എത്തി. ഇതോടെ കിറ്റ് വിവാദം തൃശൂരിൽ തുടങ്ങുകയായിരുന്നു. ജനാധിപത്യത്തിന്റെ ഉത്സവമെന്നാണ് തിരഞ്ഞെടുപ്പുകളെ പൊതുവെ വിളിക്കാറ്. ആ ജനാധിപത്യത്തിന്റെ ഉത്സവത്തെ, തിരഞ്ഞെടുപ്പുകളെ പണാധിപത്യത്തിന്റെ വേദിയാക്കി BJP മാറ്റുന്നുവെന്നാണ് LDF UDF ക്യാമ്പുകളുടെ പ്രധാനപ്പെട്ട ആരോപണം. അതുതന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയായതും. തൊട്ടടുത്ത ദിവസം തന്നെ വാടാനപ്പള്ളിയിൽ അടുത്ത സംഭവം. വീടിനോട് ചേർന്ന ഒരു ഗോഡൌണിലാണ് കിറ്റുകൾ തയ്യാറാക്കിയിരുന്നത്. ഇവിടേക്ക് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും നടനുമായ ദേവൻ കൂടി എത്തിയതോടെ രംഗം ചൂടുപിടിച്ചു. മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ തന്നെ നേരിട്ടെത്തി പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി. ഒടുവിൽ റോഡിൽ കുത്തിയിരുന്ന പ്രതാപനെയും UDF പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു നീക്കുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി. അവിടെയും തീർന്നില്ല. തൃശൂർ മണ്ഡലത്തിലെ കാച്ചേരിയിൽ അച്ചാർ കമ്പനിയിൽ തയ്യാറാക്കിയിരിക്കുന്നു ഭക്ഷ്യക്കിറ്റ്. LDF നേതാക്കളുടെ പ്രതിഷേധത്തിനൊടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി അച്ചാർ കമ്പനി സീൽ ചെയ്തു. കിറ്റുകൾ തയ്യാറാക്കുന്നതാണ് എല്ലായിടത്തും LDFും UDFും തടഞ്ഞതെങ്കിൽ വീട്ടിൽ ഭക്ഷ്യക്കിറ്റ് എത്തിയെന്ന ഒരാൾ സമ്മതിക്കുന്ന വീഡിയോ പുറത്തു വന്നത് ചേലക്കര മണ്ഡലത്തിലെ കൊണ്ടാഴിയിൽ നിന്ന്. വാർത്ത പുറത്തു വന്നതോടെ BJP പ്രവർത്തകനായ P വാസുവിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ കേസെടുത്തു. BJPയുടെ കിറ്റ് വിതരണം ഏതെങ്കിലും തരത്തിൽ ഫലത്തെ ബാധിക്കുമെന്ന ആശങ്ക രണ്ട് മുന്നണികൾക്കുമുണ്ട്, LDFനും UDFനും. എന്തായാലും വോട്ടെണ്ണി കഴിയും വരെ ആ ആശങ്ക തുടരുക തന്നെ ചെയ്യും. ബിനേഷ് ബാബുരാജിനൊപ്പം ശ്രീകുമാരൻ, 24 തൃശൂർ. പൊതുജനം കഴുതയല്ല സാർ. ഏതായാലും കിറ്റും കാശും സാരിയും ഒന്നും ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ അതൊക്കെ വോട്ടായി മാറുമെന്ന് കരുതുന്നവരുടെ ചിന്ത പ്രതീക്ഷ സ്ഥാനത്തായോ ഇല്ലയോ എന്നത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാത്രമായിരിക്കും അറിയുക. ഏതായാലും കാത്തിരിക്കാം. നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ. ഏതായാലും പല വിഷയങ്ങളിലും പലയിടത്തും പാലക്കാട് ഉൾപ്പെടെ പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ ഹിയറിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കേസുകളിൽ, ആ പരാതികളിൽ ഒരു കൃത്യമായ നടപടി ഉണ്ടാവട്ടെ. ഇനി മുതൽ അല്ലെങ്കിൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിലെങ്കിൽ ഇത്തരം മോശം പ്രവണതകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടലാണ് ആവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.